അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് സൗരന്മാരെ വർത്താനം റാഹത്തന്നല്ലേ? അപ്പോൾ യാ അല്ലാഹ് നീച്ചൂടി 5:45 ആകാനായി. അപ്പോളേ നേരത്തെ നീച്ചിട്ട് അള്ളാഹിന്റെ മുന്നിൽ കുമ്പിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അള്ളാഹോട് ചോദിച്ചാൽ ഓനൊക്കെ നിങ്ങളിങ്ങനെ കുറേ ചൊല്ലി പറഞ്ഞൊന്നും കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ അള്ളാഹ് നമ്മളെ പ്രയാസത്തിനെ കുറിച്ച്, നമ്മളെ നടപടിയെക്കുറിച്ച്, നമ്മളെ വിഭാഗത്തിനെ കുറിച്ച്, നമ്മളെ സാഹചര്യത്തിനെ കുറിച്ച് കുറച്ചൊക്കെ അള്ളാഹ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹ് ഇങ്ങനെ തരും. കാഴ്ചക്ക് ഓനക്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഓനക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതാ മനസ്സിലാക്കണ്ടേ. നമ്മൾ മറ്റുള്ളവരുടെ അനുകരിക്കാണ്ടിരിക്കുക, നമ്മളെന്താണെന്ന് നോക്കുക, നമ്മൾ നേരത്തെ അള്ളാഹുവിനോട് പറയുക, നമ്മളെ പ്രശ്നങ്ങൾ തീരും. അത് നിങ്ങളായിട്ട് പങ്കെടുക്കാൻ കാരണേ റമദാനൂടെ കഴിഞ്ഞ്, പെരുന്നാളും കഴിഞ്ഞ്, ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആരോഗ്യമുള്ളതും ആഫിയത്തും ദീർഘായുസുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് പൂർത്തീകരിച്ച് ചെയ്തോളി. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അനാവശ്യപരമായിട്ട് കടം വാങ്ങാണ്ടിരിക്കുക. മക്കളെ കെട്ടിക്കണ പേര് പറഞ്ഞിട്ടും വീടുണ്ടാക്കുന്ന പേരും പറഞ്ഞിട്ടും ഒരുപാട് അനാവശ്യമായിട്ട് കടം വാങ്ങാണ്ടിരിക്കുക. പണി പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക്, പ്രയാസമുള്ള ആൾക്കാർക്ക് എന്താക്കുക, സാമ്പത്തികങ്ങളോട് ചോദിച്ചു നോക്കുക. എനിക്കിങ്ങനെ പണി പൂർത്തീകരിക്കാണ്ട് നിങ്ങൾ ഇത്ര തുറപ്പ് എനിക്ക് തരുമോ, ഞാൻ മാസത്ര തരാം എന്നല്ലാണ്ട് അവിടെയും വെറുതെ കിട്ടണം എന്നുള്ള ചിന്താഗതി വരുന്നത്. വെറുതെ കിട്ടണമെങ്കിൽ ഓല് കനിയണം, ഓർക്ക് അള്ള കാട്ടിക്കൊടുക്കണം. നമ്മൾ ചോദിച്ച് കനിയിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനത് പറയാൻ കാരണം, ഞാൻ നല്ല തുണിക്കുപ്പായിട്ട് നടക്കുന്ന ആളാണ്. ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് ഇടുന്ന ആളാണ്. എനിക്കൊരു കാലഘട്ടത്തിൽ ഒരു ഡ്രസ്സ് കിട്ടാൻ കരഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി. ഇന്ന് അൽഹംദുലില്ലാ ഞാൻ പൈസ കൊടുത്ത് അങ്ങനെ സാധനം ഡ്രസ്സ് വാങ്ങില്ല. എനിക്കൊക്കെ ഫ്രീ കിട്ടുന്നതാണ്. എൻ്റെ കഫീൽ എനിക്ക് വാങ്ങി തരലുണ്ട്. പല സാഹചര്യത്തിലും പല സമ്പത്തും ഒരുവിധം ഡ്രസ്സുകളൊക്കെ ഓൻ വാങ്ങി തന്നതാണ്. അപൂർവങ്ങളിലെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനം ഞാൻ വാങ്ങലുള്ളൂ. അതേമാതിരി എൻ്റെ ചെരുപ്പുകൾ, കാരണം ഞാൻ കൊതിച്ചൊരു കാലഘട്ടം ഉണ്ടായി, ഒരുപാട് കൊതിച്ച്. മറ്റുള്ള കുട്ടികളും നല്ല ചെരുപ്പുകളിട്ട് നടക്കുമ്പോഴേ ഞാൻ കരഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി. പള്ളിക്കൽ ഒഴിവാക്കിയിട്ട് പോയ ചെരുപ്പുകൾ വീട്ടിലെടുത്ത് കൊണ്ടുപോയിട്ട് അതിന് പാട്ട വെച്ചിട്ട് കറക്റ്റ് അളന്നിട്ട് കട്ടി തിരിട്ടൊരു കാര്യം എനിക്കുണ്ടായി. അതോടെ ശ്രദ്ധിച്ചാൽ മതിയാവില്ല. ഇതിൻ്റെ മക്കൾക്കോ എനിക്കോ വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ ഒരു ബുദ്ധിമുട്ടില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ഞാൻ നടന്നിട്ടും ഓരോ ആൾക്കാരും, എന്നെ അറിയുന്ന ആൾക്കാർ എനിക്ക് കൊണ്ടു തരുന്നത് ഇപ്പോഴും തരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. കാരണം എൻ്റെ പുറമാണ് മോടി, ഉള്ളിലൊന്നുമില്ല എന്ന് അവർക്ക് അറിഞ്ഞതുകൊണ്ട്, അള്ളാഹ് അറിയിച്ചുകൊണ്ടായിരിക്കും. അങ്ങനല്ലേ? ഞാൻ ഒരുപാട് ആൾക്കൊരു കടം വാങ്ങിയത്, ആ കടം വാങ്ങിയ ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറില്ല. സമയം പറഞ്ഞതിനെക്കാട്ടി മുന്നേ കൊടുത്തിന്. അള്ളാഹു അതുപോലെ തന്നെ മരണം വരെ എത്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനയുള്ളൂ. ഇതൊക്കെ നിങ്ങളായിട്ട് പങ്കെടുക്കാൻ കാരണം എന്നാണ്, നമുക്ക് സാമ്പത്തികം ഉണ്ടായിട്ട് പോലും വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ച് നടക്കണ ഒരുപാട് ആൾക്കാർ പ്രവാസ ലോകത്തുണ്ട്. കോളറൊക്കെ ഇങ്ങോട്ട് കീറിയിട്ട് എരപ്പായി നിരച്ച് കുമ്പളം കുത്തിയ ഡ്രസ്സ്. എന്നാലും ചോദിക്കുമ്പോൾ എന്താ പറയാറോ, നാട്ടിലേക്ക് പോകുമ്പോൾ നല്ല ഇട്ടാ പോരെ. എന്ത് ഗ്യാരണ്ടിയാ ചങ്ങായിമാരെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നുള്ള. ജീവജാലം ലോകത്ത് അള്ള പടച്ച ഒരു ജീവജാലത്തിനും ഗ്യാരണ്ടി ഇല്ല. എന്നാ മനുഷ്യൻ പടച്ച എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി വാറണ്ടിയുണ്ട്. അത് ചിന്തിച്ചാൽ പോരെ. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ചമഞ്ഞ് കിടക്കണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എല്ലാവർക്കും നല്ല കൊലത്തെ ആരോഗ്യത്തോടും ആഫിയത്തോടും ദീർഘായുസോടും കൂടി ഇബാദത്ത് ചെയ്യുവാനും ചമഞ്ഞ് നടക്കുവാനും തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനോട് പങ്കെടുക്കുക. കാരണം പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, നാട്ടിൽ നല്ല സെറ്റപ്പ് ഇന്നോവൊക്കെ മൂടിയിട്ട് പോന്നേക്കാരം, ഇവിടുന്ന് ചീഞ്ഞഞ്ഞ് എന്നൊന്നെ ഇടും. അതെന്താ കടയൊക്കെയല്ലേ, നമ്മൾ ചമഞ്ഞ് നടക്കണം. എല്ലാവരോടാ പറഞ്ഞത്. അവിടെ നിങ്ങൾ നിന്നെ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, നല്ല ഡ്രസ്സിൽ. നമ്മൾക്ക് വയസ്സ് മാസം മാസം കൊല്ലം കൊല്ലം കൂടുന്നുണ്ട്. ആ വയസ്സ് നമ്മൾ കുറക്കലും നമ്മളെ നടപടിയിൽ കൂടിയാണ്. ഞാൻ വയസ്സനായി, ഞാൻ കിളവനായി, ഞാൻ ഇനിയിപ്പോൾ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുഴുവൻ കിട്ടണം, വെറുതെ കിട്ടണം. ഒരു ദിവസം കിട്ടിയ അൽഹംദുലില്ലാ, കാരണം വെറുതെ കിട്ടും. ഇന്റെയൊക്കെ ഹാഫ് സെഞ്ചുറിക്ക് എത്തിയാൻ എന്താണ് ഇതുവരെ അന്ന് നമ്മൾ പാമ്പരശ്ശിക്ക് എത്തിച്ചില്ലേ. പിന്നെ നമ്മൾ എന്തിനാ ബേജാറാണ് എങ്ങനെമാരെ. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരോടും ആരോഗ്യം സംരക്ഷിച്ചോളി. കൂട്ടത്തില് ആരോഗ്യത്തോടു കൂടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇബാദത്ത് നിങ്ങൾ മുടങ്ങരുത്. അതുപോലെ തന്നെ ഒരുപാട് സമുദായ സഹോദരന്മാരും മറ്റുള്ള സമുദായത്തിലെ സഹോദരന്മാരും ഒരു തെറ്റും ചെയ്യാണ്ട് അഗ്രഹാരത്തിൽ കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ പരിപൂർണ മോചനം അള്ളാഹു നൽകുമാറാവട്ടെ. അത് എല്ലാവരും മറക്കണം. കാരണം ഒരുവിധ ആൾക്കാരൊന്നും ഉള്ളിലേക്ക് പോയത് ഓരോ കാര്യത്തിനല്ല.
നമ്മളും കൂടി നമ്മളെ പ്രയാസം കൂടി ആരും ഇന്റെ മാരി മറ്റുള്ളവരും പ്രയാസം അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എല്ലാവരും നാവ് നമുക്കുണ്ടല്ലോ, തൊള്ളണ്ട്, പ്രാർത്ഥിക്കുക. സഹായങ്ങൾ എത്തിക്കാൻ പറ്റുന്നവർക്ക് പ്രയാസമില്ലാത്ത പോലത്തെ സഹായം എത്തിക്കുക. അള്ളാഹു എല്ലാവർക്കും മാന്യമായ സമ്പത്ത് നൽകട്ടെ, ഹലാലായ സമ്പത്ത് നൽകട്ടെ, ആരോഗ്യം നിലനിർത്തി തരട്ടെ, കുടുംബത്തിനെ പരിപൂർണമായി സംരക്ഷിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.